ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ഭയങ്കര സാധനം പറയാനുണ്ട്. സോറി, ഞാൻ ഇത്രയും കുറേ നാളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് എനിക്കൊരു സാധനം കാണിക്കുന്നതാ. മൈലാഞ്ചി ടാറ്റു ഇവിടെ നിന്ന് ഇട്ടതാ നമ്മുടെ പൂന്തറേശ് അമ്പലത്തിൽ നിന്ന്. പിന്നെ ഇന്നത്തെ എന്ന് വെച്ചാൽ ഞാൻ കുറേ ബ്ലൈൻഡ് ബാഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ അത് ഞാൻ റിവ്യൂ എന്നല്ല, അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ 3 ബ്ലൈൻഡ് ബാഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1, 2 and 3. ഓക്കെ, ഞാനത് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പിന്നെ ഗമ്മില്ലാത്തതുകൊണ്ട് എനിക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചതാ. നമുക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പാർട്ട് 1 അൺബോക്സ് ചെയ്യാം. കുറച്ച് ദിവസം ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതെങ്ങനെ തുറക്കുന്നതാണ്? ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തുറക്കാം. ബാക്കിൽ തുറക്കാം, ഫ്രണ്ടിൽ തുറക്കാം. ആക്സസറീസ് ഫോർ യുവർ ഹാൻഡ്. ആക്സസറീസ് ഫോർ യുവർ ഹാൻഡ്. ഞങ്ങൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് വെൽ ഡൺ അക്ഷിത എന്നൊന്ന് കോമൻറ്റിൽ ടൈപ്പ് ചെയ്യാവോ? അതാ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ലച്ചു എന്നാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ കണ്ടപ്പോൾ എല്ലെന്ന് വെച്ചിട്ടൊരു ബ്രേസ്ലെറ്റ് കണ്ടു. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ അമ്മ പറഞ്ഞു ഇതാണെങ്കിൽ എന്ത് വേണമെങ്കിൽ. അപ്പോൾ അമ്മ പറഞ്ഞതാ ഇത് രണ്ടും കൂടി ഇട്ടാൽ നല്ലതാവുന്നു. റെയിൻബോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു റെയിൻബോ കളർ ആദ്യം കണ്ടു. അപ്പോൾ പക്ഷെ അതിനകത്ത് ചാമൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിൻ്റെ കൂടെ എന്തെങ്കിലും റെയിൻബോ നല്ലതാണെന്ന്. അപ്പോൾ റെയിൻബോനൊന്നും ചാർമില്ല, എന്താ ഇങ്ങനത്തെ ചാമ്പോ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോഴത്തേനും അമ്മ ചാർമുള്ള ഒരെണ്ണം കണ്ടു. എൻ്റെ അമ്മയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനും ഗുഡാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ. പിന്നെ ഒരു ഈവളൈൻ്റെ ബ്രേസ്ലെറ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്കില്ലേ ഈ ബ്ലൈൻഡ് ബാഗൊക്കെ ഇല്ലേ നല്ല സുന്ദരിയൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് അത് കളയാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഞാനാകെ ബ്ലൈൻഡ് ബാഗിൻ്റെ പുറത്തെ ഭാഗം പതുക്കെ തുറക്കും, ഒന്നും കീറാതിരിക്കാൻ. പിന്നെ ഇതിങ്ങനെ ഗ്ലൂ ഗം എന്നുവെച്ചാൽ ടേപ്പ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ തിരിച്ച് ചെയ്യും. ടേപ്പല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മടക്കി വയ്ക്കും. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലൈൻഡ് ബാഗ് നമ്പർ 2, പാർട്ട് 2 വരെ. പാർട്ട് 2 അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങളത് കണ്ടു എന്ന് വിചാരിച്ചു. അല്ല, ഇതിനകത്ത് വേറെ ഒരെണ്ണം മാത്രം. ആക്സസറീസ് ഫോർ യുവർ ഹെയർ. നമുക്ക് തുറക്കാം. എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞാൻ ബർത്ത്ഡേക്ക് വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ബർത്ത്ഡേ ഭയങ്കര ബിസിയായി, അപ്പം പറ്റിയില്ല. തലയിടുന്ന സാധനം. വെയിറ്റ്, ഞാൻ ASMR ചെയ്തില്ല. പക്ഷേ അടുത്ത ASMR ചെയ്യാം. പക്ഷെ ഇതിനകത്ത് സിനിമൻ റോൾ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ. എൻ്റെ കയ്യിൽ ഒരു സിനിമൻ റോളിൻ്റെ പൗച്ചുണ്ട്. ഒരു മിനിറ്റ്. അതാ സിനിമൻ റോളിൻ്റെ പൗച്ച്. ഇത് ഞാൻ അവിടുന്ന് കസ്റ്റമൈസ് ചെയ്തത്. അക്ഷിത എന്നൊക്കെ എഴുതിയിട്ട് കുറേ ഹാർട്ട്സ്. പിന്നെ ഒരു യൂണിക്കോണിൻ്റെ കിറ്റ്.
പിന്നെ ഇവിടെ എവിടെയോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ചെയ്യാൻ പറഞ്ഞു എനിക്കൊരു ബ്ലൈൻഡ് ബാഗ് ആണെന്ന്. അപ്പോൾ ഒരു ഫ്രണ്ട് എനിക്ക് ആ ബ്ലൈൻഡ് സിനിമൻ റോളിൻ്റെ ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ കാണുന്നുണ്ട്. അതാ കിട്ടി സിനിമൻ റോൾ ലെജൻഡറി. എനിക്ക് ലെജൻഡറി കിട്ടിയ പക്ഷേ പേപ്പറില്ല, കാണുന്നില്ല. അതാ അന്ന് ഞങ്ങളുടെ മാത്സ് ടീച്ചറിൻ്റെ ഫേവറേറ്റ് ടീച്ചർ വേറെ സിനിമൻ റോൾ. അന്ന് ഡെസിമൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ എഴുതി വെച്ചതാ. നിഷ മിസ് ബോട്ട് 3 times 100 rupee ചോക്ലേറ്റ്. 1 ചോക്ലേറ്റ് മിസ് 3 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. മറ്റേ ചോക്ലേറ്റോ 100 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. മറ്റേ ചോക്ലേറ്റ് 1000 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ മിസ്സ് അതിനകത്തുനിന്ന് 3 പീസ് എടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനകത്താണെന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 10 പീസിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഡെസിമലൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് പണ്ടൊക്കെ ചെയ്തതാണ്. സ്ക്വിഷ് അതേ സ്ക്വിഷ് ആവുന്നില്ല. എൻ്റെ ഫ്രണ്ടിൽ വേറെ നോർമൽ ബ്ലൈൻഡ് ബാഗ് വന്നു. എവിടെയുണ്ട് നോക്കട്ടെ, എവിടെ പോയി? പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഞാൻ സാധനം നമ്മൾ യൂഷ്വലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോട്ടൺ അല്ലേ വെക്കുന്നത്. പക്ഷെ ഇതാണെങ്കിൽ ഇല്ലേ, കോട്ടൺ അല്ല, സോറി, പഞ്ഞിയല്ലേ വെക്കുന്നത്. ഇതാണെങ്കിൽ കോട്ടണാണ് വെച്ചത്. ഇതാ കാണാൻ പറ്റുമോയെന്നറിയില്ല. പക്ഷേ തുറന്നു കാണിച്ചാൽ ഞാൻ വിചാരിച്ചാൽ അതൊരു ബ്ലൈൻഡ് ബാഗ് ആയിരിക്കും. വേറെ ഇതാ കോട്ടൺ കണ്ടോ? കോട്ടൺ, പഞ്ഞിയല്ല, കോട്ടൺ, പ്യുവർ കോട്ടൺ. എനിക്ക് ഭയങ്കര ഇഷ്ടം കാണിക്കുന്നത്. പാർട്ട് 1 പാർട്ട് 2 ഇതായത് ഇങ്ങനെയൊക്കെ ഞാൻ അമ്മയുടെ. അപ്പോൾ ഇതാ എനിക്ക് തിരിച്ചിങ്ങനെ വയ്ക്കണം. ഇതിനകത്തിട്ടിട്ട് രസം അറിയാം. ഇടാൻ കുറച്ച് ടൈറ്റാണ്. ബിക്കോസ് എല്ലാം ഞാൻ ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എന്തിനാ ചെയ്യുന്നറിയോ? ബിക്കോസ് ഒരെണ്ണത്തിൽ എല്ലാം കൂടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇത് വേണമെന്നറിയാം. 3 ഷീറ്റ് ഓഫ് പേപ്പർ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യണം. എത്ര പേപ്പറാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഇങ്ങനെ ചെയ്യണം. പാർട്ട് 3 നിങ്ങൾക്കറിയാം ഞാനെന്ത് ഇങ്ങനത്തെ കണ്ണുകളൊക്കെ ഇങ്ങനെ വെക്കുന്നത്. ബിക്കോസ് ഞാനില്ലേ ഇവിടെ ഒരു ഡി വരച്ചു. അപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ബ്ലൈൻഡ് ബാഗ് ഡി അല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ബ്ലൈൻഡ് ബാഗ് വൃത്തികേടാവുമോ. ഞാൻ വിചാരിച്ചു ഇതൊരു 2 കണ്ണാക്കിയില്ലോ. 2 മൂക്ക് വരച്ചു, 2 വായി ഇങ്ങനെ വരച്ചു. അതാ ഇങ്ങനെ പാർട്ട് 3 ചെയ്യാം. അൺബോക്സ് ചെയ്യാം. പിന്നെ എനിക്കൊരു സാധനം പറയാനുണ്ട്. ഞാൻ ഒരു സമയത്തരായി 7 മണി. അപ്പോൾ ഞാൻ 6 മണിക്ക് ഞാൻ വിളക്ക് വെച്ചതാണ്. വിളക്ക് കത്തിച്ചതാണ്. ഇപ്പം ഒരു 7:20 ആയിരുന്നപ്പം ഇതുവരെ പോയിട്ടില്ല. അതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു, എന്താണ് പറഞ്ഞു, അമ്മ പറഞ്ഞു നല്ലതായിട്ട് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ലാസ്റ്റ് ചെയ്യണം. തിരിച്ച് കണ്ടിന്യൂ ചെയ്യണം. accessories for your ears, accessories for your fingers, and finally വരുന്നില്ല, ഗമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. baddest boy in the world. game for you. ആദ്യം നമുക്ക് ഏത് ചെയ്യും നോക്കട്ടെ.
Oh, you get out from this game. Out. So, പിന്നെയാണില്ലേ ഇതിങ്ങനെ അൺബോക്സ് ഇന്ത്യയിൽ ഏസന്മാരുണ്ട്. ഇയറിങ്സ്. 2 സെറ്റ് ഓഫ് ഇയറിങ്സ്. 1 2 1 2 JK just kidding. JK just kidding. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്. നോക്കിക്കോ. ഇതിങ്ങനെ ഒരെണ്ണം ഇതിവിടെ ഇങ്ങനെയാണ്, പിന്നെ ഇതിവിടെ ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടും കൂടെ കണക്ഷനാണ്. കാണിച്ചു തരാം കേട്ടോ. തിരിച്ചിങ്ങനെ വെച്ചു, തിരിച്ചിങ്ങനെ വെച്ചു. അപ്പോൾ വേറെ തിരിച്ചിടാം. ഈ ASMR ഭയങ്കര ഇഷ്ടം. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മറ്റേ സൈലൻറ്റ് ഷോർട്സ്? പക്ഷേ എനിക്കത് സൈലൻ്റ് ആണ്, എനിക്ക് മിണ്ടാമ്പ് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് ഗെയിമും ലാസ്റ്റ് ചെയ്യാം. പിന്നെ ഫിംഗേഴ്സ് മോതിരം ഇരിക്കും. ഇന്ന് അമ്മ പോകുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അമ്മ പറഞ്ഞു ഇന്ന് പോവാം, നാളെ പോവാം, മറ്റന്നാളും പോവാം. എന്നു വെച്ചാൽ നാളെ വരെ ഉള്ളൂല്ലോ ഇത്. അപ്പോൾ ഈ ഉത്സവം. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്നലെ കേട്ടോ പറഞ്ഞത് ഇന്ന് പോവാം, ഇന്ന് പോയി അപ്പോൾ നമുക്ക് നാളെ പോവാം, മറ്റന്നാളും പോകണം. എന്താണ് മോതിരം സിൽവറാണ്, ഒരു ഗോൾഡ് ഹാർട്ടിൻ്റെ, സിൽവർ ബട്ടർഫ്ലൈൻ്റെ, പിന്നെ ഒരു ഈവളായിൻ്റെ. ഇതാണ് മോതിരങ്ങൾ. ഇതിൻ്റെ തന്നെ അപ്പോൾ അവർ ഫൈനൽ വൺ ഓപ്പൺ. പലവരെ എനിക്കറിയില്ല, അപ്പം പേരറിയില്ല. കരീം ബെൻസിമ, മെസ്സി അറിയില്ല. ലൂക്ക മോദ്രിച്ച്, നെയ്മർ അറിയില്ല. റോബർട്ടോ കാർലോസ്, മറഡോണ, സാവിയർ അറിയില്ല. അയ്യോ നീ ഇങ്ങോട്ട് പോകുന്ന ഇതറിയില്ല. ലൂയിസ് വാരിയസ്, മുഹമ്മദ് സല, പോകുന്നത്. പിന്നെ ഹെറിക്കെയിൻ. ക്യാമറേൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കതിന് കാണാൻ പറ്റും. എനിക്കറിയില്ലതാ. സിസേഴ്സ് ഇവിടെ ഉണ്ട്, പേപ്പർ ഉണ്ട്. പേപ്പർ, സീസേഴ്സ്, സ്റ്റോൺ പേപ്പർ സീസേഴ്സ് കളിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് സീറ്റ് കളിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ എത്ര 1 2 3 4 4 ആണ് കളിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ 3 എടുക്കാം. 3. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റോൺ പേപ്പറും സീസേഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ പേപ്പർ സീസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ, ഇത് ഞാൻ. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ കാർഡ് നോക്കിക്കോ. എനിക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കാർഡ് ഇടും. ഓക്കെ, 3 2 1 സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. അപ്പോൾ അതാ എൻ്റെ അമ്മൂമ്മയായിരുന്നു എന്നെ വഴക്ക് പറയായിരുന്നു. ഞാനിതാണ് ഇട്ടത്, നിങ്ങളിതാണ് ഇട്ടത്. അപ്പോൾ 2 സീസേഴ്സാണ്. അപ്പോൾ കൂട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് എടുത്തു, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കാർഡ് എടുത്തു. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ എപ്പോഴും എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ മനസ്സിലായോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
എനിക്ക് എൻ്റെ അമ്മൂമ്മേനെ കൂടുതൽ ഇഷ്ടം ആരായാലും. ഓക്കെ ബാ അടുത്ത് സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ കണ്ടെടുത്തു, എൻ്റെ ഏതാ പേപ്പർ സിസേഴ്സ്. അപ്പോൾ സിസേഴ്സാണ് പേപ്പറിന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കാർഡ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 4 കാർഡായി. 4 cards. Okay, 2 cards. Okay. Stone, paper, scissors. ബാക്കി ഇത് സിസേഴ്സ് സ്റ്റോൺ. അപ്പോൾ സ്റ്റോണിൽ സിസേഴ്സിന് കിട്ടിയിരുന്നു. അപ്പം ഞാൻ എടുക്കാം. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. പേപ്പർ സിസേഴ്സ് ഞാൻ സിസേഴ്സ് ആയിട്ട് ഉറപ്പായിട്ടും അമ്മ തൊട്ട് ഞാൻ സിസേഴ്സ് ആയിട്ടത്. അപ്പോൾ ഇതാ ഞാൻ ജയിച്ചില്ല. നിങ്ങൾക്ക് എന്നാലും 2 കണ്ട്, എന്നാലും എനിക്ക് കാർഡ്സ് കിട്ടി. നിങ്ങളുടെ കാർഡ് കിട്ടി. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. ഇതാ സ്റ്റോണും സിസേഴ്സ്. അപ്പോൾ ഞാൻ ലൂക്ക മോഡൽസ് എടുത്ത അമ്മ സത്യം, പിന്നെ നിങ്ങളെടുത്തത് നെയ്മറാണ്. അപ്പോൾ സിസേഴ്സായി. അപ്പോൾ അതാ സ്റ്റോൺ സിസേഴ്സ്. അപ്പോൾ സ്റ്റോൺ സിസേഴ്സിന് കിട്ടിയത്. അപ്പോൾ ഞാൻ എടുത്തു. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. ഇവൻ്റെ കുറേ കാർഡ് താഴെ പോവാം. ഇതിൻ്റെ ഇതാണ് നിങ്ങളിട്ട കാർഡ്. ഇതാണ് ഞാനിട്ട കാർഡ്. ഇതാണ് നിങ്ങളിട്ട കാർഡ്. ഉറപ്പായിട്ട് ഞാൻ അമ്മ സത്യം പറയാം നെയ്മർ എനിക്കുണ്ടായിരുന്നതാണ്, ഇന്ന് നിങ്ങൾക്കുണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ജയിച്ചു. സാരമില്ല, അടുത്ത കളിയിൽ നിങ്ങൾ ജയിക്കും. ഉറപ്പായിട്ടും അടുത്ത കളിയിൽ ജയിക്കും. നമ്മൾ തിരിച്ച് ഇതിനകത്ത് വയ്ക്കാം. ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. കുറേ എന്ന് വെച്ചാൽ ഇന്നലെ കുറേ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. 6th ഞാനിപ്പോൾ 5th പഠിക്കുന്നത്. കുറേ 6th ചേച്ചിമാരെ കണ്ടായിരുന്നു. ടീച്ചേഴ്സിനെ ഒന്നും കണ്ടില്ല. അമ്മയുടെ ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ അതാ എനിക്ക് എന്നാൽ 5th പഠിക്കുന്ന വേറെ ആൾക്കാരെ കണ്ടായിരുന്നു. അപ്പോൾ അതാ ചെറിയ ASMR ഉണ്ട്. നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ആദ്യം പാർട്ട് 1 ചെയ്യാം. പാർട്ട് 1. പാർട്ട് 2. ഞാൻ എടുത്തത് പാർട്ട് 3. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പിന്നെ കാണാം.